സെന്റ് ജോർജ് കോട്ടയുടെ അമരത്തേക്ക് എത്തുകയാണ് തമിഴകത്തിന്റെ ഇളയ ദളപതി. തമിഴകത്തിന് ദളപതി യുഗം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് ഉടൻ സത്യപ്രതിജ്ഞ ചെയ്യും. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വിജയ് എത്തിച്ചേരുന്നു. രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. അവിടെ പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകർ അവിടെയുണ്ട്. അതൊരു ഗംഭീര സംഭവമാക്കി മാറ്റാനാണ് TVKയുടെ പ്ലാൻ. അതെ, ഒരു ദീർഘവീക്ഷണമുള്ള ഒരു പ്ലാനാണ്. ആ വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന ആരാധക സംഘടനയെ അരാഷ്ട്രീയ അല്ലെങ്കിൽ അരാജകത്വ രാഷ്ട്രീയത്തിന്റേതായ ചിത്രങ്ങൾ തൃശ്ശി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു സർപ്രൈസ് ആണ് അല്ലെ? നമ്മള് ചിലർ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ തൃശ്ശി എത്തുമോ ഇല്ലയോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. പല താരങ്ങളെയും കാണാം. വിജയുടെ അമ്മ ഗായിക ശോഭയാണ്. അദ്ദേഹം ആദ്യമായി അഭിനയിച്ച ചിത്രം വെട്രി എന്ന ചിത്രമാണ്. അപ്പോൾ അതിനുശേഷം നിരവധി ചിത്രങ്ങൾ വന്നു. 2012 ശേഷം സമൂഹത്തിലെ ഓരോ തിന്മകളെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിജയുടെ ഓരോ സിനിമകളും എനിക്ക് തോന്നുന്നു മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ ഇടം പിടിച്ചിരുന്നു. അപ്പോൾ ആ സിനിമകളിലൂടെ തന്നെ ഈ ഒരു നായകൻ ഞങ്ങളുടെ ജനനായകനായി, രാഷ്ട്രീയ നായകനായി വന്നിരുന്നെങ്കിലോ എന്ന് തമിഴക ജനത എപ്പോഴൊക്കെയോ ചിന്തിച്ചിട്ടുണ്ടാവാം. ആ ദീർഘവീക്ഷണമൊക്കെ ആയിരിക്കാം വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ തുണച്ചത്. എന്തായാലും നമുക്ക് വിശദാംശങ്ങളുമായി മനേഷ് മൂർത്തി വേണം. മനേഷേ, ആദ്യ സർപ്രൈസ് തൃശ്ശി എത്തിയിരിക്കുന്നു. വിജയുടെ കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പറയൂ. വാഷ്മി, വിജയുടെ രക്ഷിതാക്കൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ചന്ദ്രശേഖർ, അദ്ദേഹത്തിന്റെ ഭാര്യ ഒക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ താരങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തൃശ അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല, സിനിമാ മേഖലയിൽ നിന്നുള്ള പലരും വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്ര സൗഹൃദം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് വിജയ് എന്ന് പറയുന്നത്. എന്തായാലും അതിനപ്പുറത്തേക്ക് ഒരു വലിയ വിപ്ലവം നടത്തി അതിന്റെ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് ഇപ്പോൾ തമിഴ്നാട് ഭരിക്കാൻ പോകുന്നു വിജയ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടേക്ക് അത്രയധികം ആളുകൾ, അതായത് ഈ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകൾ മാത്രമല്ല, ഈ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള പല സ്ഥലങ്ങളിലുമുള്ള ഈ പറഞ്ഞ LED വാളുകൾ ഉൾപ്പെടെ പലയിടങ്ങളിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ അത്രയധികം ആളുകളാണ് എന്തായാലും എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ ഒരു നിമിഷത്തിന് വേണ്ടി ജോസഫ് വിജയാകിയ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന എത്രയോ കോടിക്കണക്കിന് ആളുകൾ തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു യുവാക്കളുടെ വിപ്ലവം, വിസിൽ പുരട്ചി തമിഴ്നാട്ടിൽ ഉണ്ടാക്കണം. അതായത് വിസിൽ കൊണ്ടൊരു വിപ്ലവം ഉണ്ടാക്കണമെന്നായിരുന്നു വിജയ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തായാലും യുവാക്കളുടെ ഒരു വിപ്ലവമാണ് തമിഴ്നാട്ടിൽ എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നേതൃസ്ഥാനത്ത് വിജയ് എത്തുന്നു. അത് അല്പസമയത്തിന് ശേഷം, വളരെ ചുരുങ്ങിയ സമയത്തിന് ശേഷം വിജയ് ജോസഫ് വിജയ് തമിഴ്നാടിന്റെ 18ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. ഒപ്പം 9 മന്ത്രിമാർ കൂടി എത്തുന്നു. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യുവാക്കളുടെ ഒരു വലിയ നിര തന്നെയാണ് എന്തായാലും ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്ന മന്ത്രിസഭയിലുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള N. ആനന്ദ്, അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ കാണാം. പക്ഷേ അദ്ദേഹം സംസാരിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് ശ്രമിക്കാം. സർ, പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ മികച്ച രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹമാണ് ടി നഗറിൽ നിന്നും വിജയിച്ച ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ടി നഗർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത്. എന്തായാലും അദ്ദേഹത്തിനും ഒരു ഇപ്പോ 2 സീറ്റിൽ ജയിച്ചിരുന്നു വിജയ്. അപ്പൊ വിജയ് ഒഴിയുന്ന ഒരു സീറ്റിൽ തൃശ മത്സരിക്കുന്നൊക്കെ കേൾക്കുന്നത് സ്വീകരിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിലൊന്നും സ്ഥിരീകരണമില്ല ഹാഷ്മി. എന്തായാലും അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ സ്ഥിരീകരണം ഇതുവരെ TVKയുടെ ഭാഗത്തുനിന്നും അത്തരത്തിലൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും അത് നോക്കാം. അത് വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ആയിരിക്കും അതിലേക്കുള്ള കാര്യങ്ങളിലൊക്കെ പോവുക. കാരണം ബൈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് ഫോർമാലിറ്റീസ് അതുമായി ബന്ധപ്പെട്ട നിലവിലുണ്ടല്ലോ. മാത്രമല്ല, ഇന്നിപ്പോൾ 10 മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ 10 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനുശേഷം മറ്റ് ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്യണം. മന്ത്രിസഭയിലേക്ക് ഏകദേശം 30 മുതൽ 34 വരെ മന്ത്രിമാരാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിന് 3 മന്ത്രിസ്ഥാനം നൽകും എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പുറത്തുനിന്നുള്ള പിന്തുണയാണ് ബാക്കിയുള്ളവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭരണത്തിൽ പങ്കാളികളാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി എന്തായാലും, സാങ്കേതിക കാര്യങ്ങൾ കൂടി എന്തായാലും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അല്പസമയത്തിന് ശേഷം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ എന്തായാലും ജോസഫ് വിജയ് അധികാരമേൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 9 മന്ത്രിമാർ അതിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച ജനറൽ സെക്രട്ടറി N. ആനന്ദ് ഉൾപ്പെടെയുള്ള 9 മന്ത്രിമാരും അതിനൊപ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള മന്ത്രിമാരുടെ ലിസ്റ്റ് അടുത്ത വരും ദിവസങ്ങളിൽ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു വിജയ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ രാവിലെയൊക്കെ സംസാരിച്ച പ്രവർത്തകർ പറഞ്ഞിരുന്നത് തങ്ങളെ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായി തങ്ങൾ നേരിടുന്ന അധിക്ഷേപം എന്ന് പറയുന്നത് വലിയ തോതിലായിരുന്നു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 234 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ടിവിക്ക് തീരുമാനിച്ച സമയം മുതൽ അത്ര വളരെ മോശം പ്രതികരണമായിരുന്നു ഈ പറഞ്ഞ അണ്ണാ-DMKയുടെ ഭാഗത്തു നിന്നും DMKയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നത്. അതിനുള്ള ഒരു മറുപടി അതാണ് 10 മണിക്ക് ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. 6 മാസം നിങ്ങൾ കാത്തിരിക്കൂ. 6 മാസത്തിന് ശേഷം 6 മാസം കൊണ്ട് തമിഴ്നാട്ടിൽ വിജയം ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ് വളരെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ എന്തായാലും പറയുന്നത്. അത്ര പ്രതീക്ഷ എന്തായാലും വിജയിൽ അവർ വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തന്നെയാണ് വോട്ടായി മാറിയത്. 108 സീറ്റുകൾ എന്ന് പറയുന്ന ഒരു വലിയ മാർജിനിലേക്ക് അദ്ദേഹത്തിനെ എത്തിച്ചതും വിജയെ എത്തിച്ചതുമൊക്കെ ആ ഒരു കാര്യം തന്നെയാണ്. യുവാക്കൾ കൃത്യമായി തന്നെ വോട്ട് ചെയ്തിരിക്കുന്നത്. അത് അശ്മി സൂചിപ്പിച്ച ഒരു ശരാശരി 40 വയസ്സാണ് ഈ MLA-മാരുടെ ഒരു ആകെ കണക്കെടുത്താൽ 40 വയസ്സാണ് ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിസിൽ പുരട്ചി വേണം. തൃശയാണ് ഇരിക്കുന്നത്. തൃശ ഇപ്പൊ ഒരുപക്ഷെ സ്റ്റാലിനൊക്കെ പോയി വിജയ് രാജിവെച്ച് കഴിയുന്ന ആദ്യ ഒരു സീരിയൽ ചിലപ്പോൾ തൃശ മത്സരിച്ചേക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ചില ട്രോളുകളെ കണ്ടു. പ്രിയപ്പെട്ടവൾക്ക് ഒരു സംസ്ഥാനം തന്നെ ഗിഫ്റ്റായി കൊടുത്തു വിജയ് എന്നൊക്കെ പറയുന്നു. നമുക്കുണ്ട് ചില ഉണക്ക കാമുകന്മാർ എന്ന് പറഞ്ഞ ചില പെൺകുട്ടികളുടെ ചില ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. പോട്ടെ, തൃശയുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടോ? ഒരു സിനിമാ താരം എന്നതിലുപരി ആ കൈയൊക്കെ കുറച്ചുകൂടെ ആർജവത്തോടെ വീശാറുണ്ട്. രാഷ്ട്രീയക്കാരിയാവുന്നുണ്ടോ നമുക്കൊരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ ഒരു സംശയം അറിയില്ല. നമുക്ക് 10 വർഷം കഴിയുമ്പോഴേക്കും തമിഴകത്തിന്റെ മുഖ്യമന്ത്രി 10 വർഷം മുമ്പ് തൃശ പറഞ്ഞ ഒരു പഴയ ഡയലോഗ് ഇപ്പോൾ ഓടുന്നുണ്ട്. അപ്പൊ അന്നതിനെ എല്ലാവരും ചിരിച്ചു തള്ളിയവർ മുഖ്യമന്ത്രി ഒന്നും ആയില്ലെങ്കിലും അതിനടുത്തൊക്കെ അതിന് ചുറ്റുവട്ടത്തൊക്കെ തൃശ എത്തി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞ പ്രചാരണ കാലയളവിലാണ് വിജയുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തളപ്പിഴകൾ പുറത്തേക്ക് വരുന്നത്. ഡിവോഴ്സൊക്കെ ആ സമയത്ത് കണ്ടതാണ്. പക്ഷേ കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് മാരകമായ അപരാധവും വലിയ ചർച്ചയൊക്കെ ആവേണ്ടതാണ്. തമിഴകത്ത് ചർച്ച പോലും ആയില്ല. അത് ആരും മൈൻഡ് ചെയ്ത് പോലും ഇല്ല. അത് വിജയുടെ സ്വന്തം കാര്യം എന്ന നിലയ്ക്കും പിന്നെ വിജയുടെ രാഷ്ട്രീയമായിരുന്നു അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ആ രാഷ്ട്രീയത്തിൽ വിജയ് ഏതൊരു ത്രില്ലർ സിനിമയെ പോലും ഓർമ്മിപ്പിക്കുന്ന വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ അവിടെ സ്റ്റേഡിയത്തിൽ ഞാൻ സി ജോസഫ് വിജയ് എന്ന് പറഞ്ഞ ആ ശബ്ദം, ആ കുരൽ കേൾക്കാൻ അവിടെ തമിഴ് കോടികൾ കാത്തു നിൽക്കുന്ന ഒരു നിമിഷമാണ്. ഒരുപക്ഷെ നമുക്ക് അത്ഭുതം വിജയ് എങ്ങനെ കേരളത്തിന്റെ തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു എന്ന വലിയ ആശ്ചര്യം ഇപ്പോഴവിടെ നിൽക്കുമ്പോഴും വിജയ് മക്കൾ ഇയക്കം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയുള്ള ക്യാമ്പയിൻ തുടങ്ങിയതാണെന്ന് അദ്ദേഹത്തിന്റെ സിനിമ ഡയറക്ടർ ബ്രില്യൻസ് അതൊക്കെയായിരുന്നുവെന്നും പല സിനിമകളിൽ വിജയ് മുഖ്യമന്ത്രിയാവുന്നതും അധികാരത്തിലേക്ക് എത്തുന്നതും പ്രസ് ബ്രീഫിംഗ് നടത്തുന്നതും കാറിന്റെ നമ്പർ അടക്കം ഇപ്പോൾ വലിയ ചർച്ചയൊക്കെ ആവുന്നുണ്ട്. അപ്പൊ വിജയ് അത് വളരെ വിജയുടെ പ്ലാനാണ്. അത് ദീർഘകാലത്തെ പ്ലാനാണ്. അത് വിജയ് മാത്രമുള്ള പ്ലാനാണോ അതോ ഒരു സംഘത്തിന്റെ പ്ലാനാണോ? ഒരു മണ്ണൊരുക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ട്, കാരണം അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തു. കത്തിയിലെ കർഷക ദുരിതം, അതുപോലെ മെഴ്സലിലെ ആരോഗ്യ പ്രശ്നങ്ങൾ, ബിഗിലിലെ സ്ത്രീ ശാക്തീകരണം, അങ്ങനെ ഓരോന്നിലൂടെയും ഇങ്ങനെ ഒരാൾ നമുക്ക് വേണമെടാ, ഈ എണ്ണ നമുക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിനെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ പുതിയൊരു സിസ്റ്റത്തിന് വേണ്ടി തയ്യാറെടുപ്പിച്ചു. അങ്ങനെ കളമൊരുക്കി മണ്ണൊരുക്കിയതിനു ശേഷമാണ് മക്കളിയൊക്കെ ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് വിജയുടെ ടിവിക്ക് ഉണ്ടാവുന്നത്. എല്ലാം വളരെ ഷാർപ്പ് പ്ലാനിംഗ് ആയിരുന്നു. അപ്പോൾ പ്ലാനിങ്ങിനൊടുവിൽ വിജയ് അവിടെ മുതൽ അമീച്ചർ ആയിട്ട് അല്പസമയത്തിന് അധികാരമേൽക്കാൻ പോകുന്നത്. എല്ലാം പുതുമകളാണ് എന്ന് പറഞ്ഞാൽ 28 വയസ്സുള്ള MLA, 40 വയസ്സ് ആവറേജ് പ്രായം, ഇൻസൾട്ട് ചെയ്ത മുഖ്യമന്ത്രി. നേരത്തെ മുണ്ടും അല്ലാതെ ഈ സംസ്ഥാന രാജ്യത്ത് തന്നെ ഏതെങ്കിലും വഹിക്കുന്ന രേവന്ത് റെഡ്ഡിയൊക്കെ ഉണ്ട്. അതും വെള്ളയായിരുന്നു മുണ്ടും. ഇത് അങ്ങനെയല്ല. ഇത് സാധാരണക്കാർ നടക്കുന്ന ഏതെങ്കിലും തരത്തിൽ അധികം ആടയാഭരണങ്ങൾ, രാഷ്ട്രീയക്കാരൻ്റെ മാത്രം വസ്ത്രം എന്നൊന്നും ഇല്ലാതെ സാധാരണ ഒരു വെള്ള ഷർട്ടും ഒരു ബ്ലാക്ക് പാൻറ്റും ഇട്ട് ടക്കിൻ ചെയ്ത് അങ്ങോട്ടേക്ക് വരികയാണ്. അവിടുത്തെ പ്രവർത്തകരും അങ്ങനെ തന്നെയാണ്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഒരു പുതിയ കൾച്ചർ തമിഴ്നാട്ടിൽ കൊണ്ടുവരികയാണ്. മാത്രമല്ല 59 വർഷത്തിന് ശേഷമാണ് തമിഴ്നാട്ടിൽ ദ്രാവിഡ കക്ഷിയുടെ നേതൃത്വത്തിൽ അല്ലാത്തൊരു സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. 1967 ശേഷം ആദ്യമായി കോൺഗ്രസ് തമിഴ്നാട്ടിൽ അവിടെ മന്ത്രിസഭയുടെ ഭാഗമാകാൻ പോകുന്നുണ്ട്. കോൺഗ്രസിൽ നിയമസഭാ കക്ഷി നേതാവ് S. രാജേഷ് കുമാർ, P. വിശ്വനാഥൻ എന്നിവർ മന്ത്രിമാരാവുന്നു കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കുറേയധികം പരീക്ഷണങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. വിജയിക്കുമോ ഇല്ലെന്ന് വേറെ കാര്യം. പക്ഷേ വിജയിച്ചാൽ അതെന്തായാലും മറ്റുള്ളിടത്തേക്കും പടരും ഈ പുതുസ് അരസിയൽ അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.